ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിറ വിഷൻ യൂട്യൂബ് ക്ലാസ്. ഇന്ന് കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്. അലൈ ദർവാസ പണി കഴിപ്പിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. എന്നാൽ ബുലന്ദ് ദർവാസ പണി കഴിപ്പിച്ചത് അക്ബറാണ്. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപവൽക്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. 1876 സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപവൽക്കരിച്ചത്. ചെമ്പകരാമൻ പിള്ള 1914 സ്ഥാപിച്ച സംഘടനയാണ് പ്രോ ഇന്ത്യ ലീഗ്. കാബേജിന് ഗന്ധം നൽകുന്ന ഘടകമാണ് സെനിഗ്രീൻ. ഓറഞ്ചിന് ഗന്ധം നൽകുന്നത് മിലോമിനും തേനിന് ഗന്ധം നൽകുന്ന എസ്റ്റർ മീഥൈൽ ഫിനൈൽ അസറ്റേറ്റുമാണ്. EEG കണ്ടുപിടിച്ചത് ഹാൻസ് ബെർജറും ECG കണ്ടുപിടിച്ചത് വില്യം എന്തോവനും CT സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രെ ഹൗൺസ്ഫീൽഡുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത സമ്പൂർണ്ണ നിയമസാക്ഷരതാ പഞ്ചായത്ത് ചെറിയനാടും ഇന്ത്യയിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരവും ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പാക്കിയ പഞ്ചായത്ത് വയനാട് ജില്ലയിലെ അമ്പലവയലുമാണ്. കോമൺവെൽത്തിൽ അംഗത്വമുള്ള എന്നാൽ ബ്രിട്ടീഷ് കോളനി അല്ലാതിരുന്ന രാജ്യങ്ങളാണ് മൊസാംബിക്, റുവാണ്ട എന്നിവ. ആഫ്രിക്കൻ യൂണിയനിൽ അംഗത്വമില്ലാത്ത ഏക ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ. തെക്കേ അമേരിക്കയിലെ ഏക കോമൺവെൽത്ത് രാജ്യമാണ് ഗയാന. ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനമായ നവംബർ 26 ദേശീയ ക്ഷീരദിനമായും ഡോക്ടർ സാലിം അലയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായും AB വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 സദ്ഭരണ ദിനമായും ആചരിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരമായ നിർഭയ ഭവൻ ന്യൂഡൽഹിയിലാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ലളിത കുമാരമംഗലം. ജയന്തി പട്നായിക്കായിരുന്നു ആദ്യ അധ്യക്ഷ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ഭാരതരത്നവും ഫാൽക്കെ അവാർഡും നേടിയ ആദ്യ വ്യക്തിയാണ് സത്യജിത് റായ്. ഭാരതരത്നവും ഫാൽക്കെ അവാർഡും നേടിയ ആദ്യ വനിതയാണ് ലതാ മങ്കേഷ്കർ. ഭാരതരത്നവും നിഷാനി പാകിസ്ഥാനും നേടിയ ആദ്യ വ്യക്തിയാണ് മൊറാർജി ദേശായി. ആദ്യ വിദേശിയാണ് നെൽസൺ മണ്ടേല. 3 ഭാഷയിൽ ഔദ്യോഗിക നാമമുള്ള രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. 3 തലസ്ഥാനങ്ങളുള്ള ഏക രാജ്യം ദക്ഷിണാഫ്രിക്കയും 3 ദേശീയ പുഷ്പങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയുമാണ്. 2 ദേശീയ ഫലമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ, മാങ്ങയും പേരയ്ക്കയും. സ്പാനിഷ് ഔദ്യോഗിക ഭാഷയായ ഏക ആഫ്രിക്കൻ രാജ്യം ഇക്വറ്റോറിയൽ ഗിനിയും പോർച്ചുഗീസ് ഭാഷ സംസാരിക്കപ്പെടുന്ന ഏഷ്യൻ രാജ്യം ഈസ്റ്റ് തിമറും സ്പാനിഷ് ഭാഷ സംസാരിക്കപ്പെടുന്ന ഏക ഏഷ്യൻ രാജ്യം ഫിലിപ്പീൻസുമാണ്. ഗാന്ധിജിക്ക് ജോൺ റസ്കിൻ്റെ അണ്ടർ ദ ലാസ്റ്റ് എന്ന പുസ്തകം വായിക്കാൻ നൽകിയത് ഹെൻറി പൊള്ളോക്കാണ്. സിവിൽ നിയമലംഘനത്തെക്കുറിച്ച് ഗാന്ധിജി ആദ്യമായി പഠിച്ചത് ഹെൻറി ഡേവിഡ് തോറോയിൽ നിന്നുമാണ്. ടോൾസ്റ്റോയ് ഫാം സ്ഥാപിക്കാൻ ഗാന്ധിജിയെ സഹായിച്ചത് ഹെർമൻ കല്ലൻബക്കാണ്. ടെസ്റ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ബ്രയൻ ലാറ. ഒരു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഗ്രഹാം ഗോച്ചും. ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ആദ്യ കളിക്കാരൻ സുനിൽ ഗവാസ്കറുമാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലിരുന്ന സംസ്ഥാനം പഞ്ചാബും ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിലിരുന്ന സംസ്ഥാനം മണിപ്പൂരുമാണ്. ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഒഡീഷ. 2001 നിലവിൽ വന്ന വേൾഡ് സോഷ്യൽ ഫോറത്തിന്റെ ആസ്ഥാനം ബ്രസീലിലെ പോർട്ടോ അലോഗ്രയിലാണ്. 1971 നിലവിൽ വന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ കൊളോണും 1961 നിലവിൽ വന്ന വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡുമാണ്.
കണ്ണൂരിനെ കുടകുമായി ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടിയും വയനാടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം പെരിയയുമാണ്. ബോഡിനായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കിയെ മധുരയുമായിട്ടാണ്. ഹോസ്റ്റൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സർവകലാശാലയാണ് നളന്ദ. ബീഹാറിൻ്റെ തലസ്ഥാനമായ പാട്നയിൽ സ്ഥിതി ചെയ്യുന്നു. സ്ഥാപകൻ കുമാരഗുപ്തൻ. തൊഴിൽ നേടാൻ തുല്യ അവകാശം നൽകുന്നത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 16. നിയമത്തിനു മുന്നിൽ തുല്യത ഉറപ്പുവരുത്തുന്നത് ആർട്ടിക്കിൾ 14. ചൂഷണത്തിനെതിരെയുള്ള ആർട്ടിക്കിളാണ് 23. കേരളത്തിൽ 18 ഇനം കുറിഞ്ഞികൾ കാണപ്പെടുന്നു. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല സാങ്ച്വറി. ഇടുക്കിയിലാണ് 2006. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്ന നീലക്കുറിഞ്ഞി അറിയപ്പെടുന്നു. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നതാണ് ശാസ്ത്രീയ നാമം. പാകിസ്ഥാനിലെ പെഷവാറിനെ ലോകാരോഗ്യ സംഘടന പോളിയോ വൈറസിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ റിസർവായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിൽ അവസാനമായി പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി 2014 മാർച്ച് 27 ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നത് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ ആത്മകഥയാണ്. പ്ലേയിങ് ടു വിൻ സൈന നെഹ്വാളിൻ്റെ ആത്മകഥയും ദ റൈസ് ഓഫ് മൈ ലൈഫ് മിൽഖ സിംഗിൻ്റെ ആത്മകഥയുമാണ്. സേവന മികവിന് ISO ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് മലപ്പുറം. ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യൻ ബാങ്കാണ് കാനറ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് മധ്യപ്രദേശിലെ ഹബീബ്ഗഞ്ച്. ഇത് ലഭിച്ച കേരളത്തിലെ ആദ്യ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ. 1846 സ്ഥാപിച്ച അമേരിക്കൻ വാർത്താ ഏജൻസിയായ AP അസോസിയേറ്റ്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി. 1835 ചാൾസ് ലൂയി ഹവാസ് സ്ഥാപിച്ച AFP ഏജൻസ് ഫ്രാൻസ് പ്രസ് ആണ് ലോകത്തിലെ ഏറ്റവും പഴയ വാർത്താ ഏജൻസി. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായിരുന്ന സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് നോബൽ എന്നും ഗാന്ധിജിയുടെ ശിഷ്യയായിരുന്ന സരളാബെന്നിൻ്റെ യഥാർത്ഥ പേര് കാതറിൻ മേരി ഹെലിമാൻ എന്നും നെൽസൺ ഗുപ്തയുടെ യഥാർത്ഥ പേര് എഡ്വിത്ത് എല്ലൻ ഗ്രേ എന്നുമാണ്. ഡൗൺസ് പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകം സോഡിയവും ഡോ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകം ബ്രോമിനുമാണ്. നിക്കൽ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് മോട്ട് പ്രക്രിയ. ബ്രിട്ടൻ്റെ ആദ്യ അണുപരീക്ഷണത്തിന് പറയുന്ന പേര് ഓപ്പറേഷൻ ഹരിക്കേൻ എന്നും USSRൻ്റേത് ജോ 1 എന്നും അമേരിക്കയുടേതിന് ഓപ്പറേഷൻ ട്രിനിറ്റി എന്നുമാണ്. താങ്ക് യു. ഞങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ കാണാൻ ഹീറ വിഷൻ യൂട്യൂബ് സന്ദർശിക്കുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും കാണാം.